യൂട്യൂബ് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്ന പ്രകാരം നമുക്കെല്ലാവർക്കും ഷോർട്സിന് വാരിക്കോരി വ്യൂസാണ്. അതായത് ഷോർട്സ് ഇട്ടാൽ ഇപ്പോൾ എൻ്റെ ഷോർട്സൊക്കെ 700-800 പോയിക്കൊണ്ടിരിക്കുന്ന ഷോർട്സ് ഇപ്പം 1900 ഒക്കെയാണ് ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ വന്നത്. അത്രയും വ്യൂസ് കൂടിയിട്ടുണ്ട്. എന്നാൽ എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഇത് ആർക്കാണ് ഈ പ്രശ്നം പറ്റുക? കൂടുതൽ പ്രശ്നം പറ്റുന്നത് തുടക്കക്കാരായ ആളുകൾക്കാണ്. ഉറപ്പായിട്ടും തുടക്കക്കാരായ ആളുകൾക്ക് ഇത് എട്ടിൻ്റെ പണി തരുന്നു ഉള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വ്യൂസ് കിട്ടുന്നു, യൂട്യൂബിലിടുമ്പോൾ വ്യൂസ് കുറയുന്നു. അതായത് സ്വൈപ്പ് ചെയ്ത വ്യൂസ് ഒന്നും കൂട്ടില്ല യൂട്യൂബിൽ കണക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ എൻഗേജ്മെൻറ്റ്സ് വരണമെന്നുണ്ടെങ്കിൽ ലൈക്കോ കമൻറ്റോ ഒക്കെ വരണം, എന്നാൽ മാത്രമേ അത് കണക്കൂട്ടുള്ളൂ. ഇവിടെയാണ് ഇതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ യൂട്യൂബ് ചെയ്തത്. ഒന്ന്, ഇതിനെ കൊണ്ടുള്ള ഗുണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിക്കാൻ വേണ്ടി ഒരുപാട് വ്യൂസ് ഉണ്ട് എന്ന് പറയാം എന്നുള്ളതാണ് ഗുണം. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള മറ്റൊരു സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നം, അതായത് നമ്മുടെ മനസ്സിനെയും ബ്രെയിനിനെയും ഒക്കെ പിടിച്ച് യൂട്യൂബിനൊക്കെ ഇതിൻ്റെ നല്ല ടീമുണ്ട്. അതായത് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുക. ഇതിലെന്താണ് നമ്മുടെ കുടുക്കാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ലോങ് വീഡിയോ ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. 5-10 മിനിറ്റ് സംസാരിച്ചോ ഷൂട്ട് ചെയ്തോ ചെയ്യണം, എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിനെ അപ്ലോഡ് ചെയ്ത് തമ്പനെയിലാക്കണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാലും നമുക്ക് കിട്ടുന്ന വ്യൂസ് 100-200 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരാൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ചെറിയത് ഡൗൺ ആവും, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഡൗൺ ആവും. ഓക്കെ, ഇതേ സമയത്ത് ഷോർട്സ് ആണെങ്കിൽ നമുക്ക് കൂടി വന്ന ഒരു മിനിറ്റ് അല്ലെങ്കിൽ അതിൽ താഴെ 3 മിനിറ്റ് വരെ ചെയ്യാം. പലരും ചെയ്യുന്നത് 50 സെക്കൻഡ് ഒക്കെ ആയിരിക്കും. ഇങ്ങനെ 50 സെക്കൻഡൊക്കെ ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും വലിയ പണിയൊന്നുമില്ല, അപ്ലോഡ് ചെയ്യുന്നു, ഒരുപാട് വ്യൂസ് വരുന്നു. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ സ്വാഭാവികമായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പാടും എന്നാൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് വളരെ കുറവാണ്. എന്നാൽ മറ്റൊന്നിൽ കഷ്ടപ്പാട് കുറവും റിവാർഡ് ഹൈ ആണ്. റിവാർഡ് എന്ന് പറയുന്നത് ആളുകൾ ഒരുപാട് കാണുന്നു, നമുക്ക് പിന്നെ സന്തോഷം വരുന്നു. ഇതേ കാര്യം തന്നെ യൂട്യൂബ് ചെയ്യുന്നത്. നമ്മളൊരു വീഡിയോ ഇട്ട സ്വൈപ്പ് ചെയ്യുന്നത് കൂടി മുതൽ ഇതിലേക്ക് കൂട്ടും, വ്യൂസിലേക്ക് കൂട്ടും. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മളൊരു വീഡിയോ ഇടുന്നു, അതിന് ഒരുപാട് വ്യൂസ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കര സന്തോഷം വരും. നമ്മൾ വീണ്ടും ഷോർട്സ് തന്നെ ഇടും. പക്ഷെ തുടക്കക്കാരനായ ഒരാളെ സംബന്ധിച്ച് ഞാൻ എവിടെയാണ് എത്താൻ പോകുന്നത്, എൻ്റെ ഡെസ്റ്റിനേഷൻ എന്താണ് എന്ന് യാതൊരു തീരുമാനവും ഉണ്ടായില്ല. കാരണം മോണിറ്റൈസേഷൻ ആവട്ടെ എന്നിട്ട് നോക്കാം എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഷോർട്സ് എന്ന് പറയുന്ന സാധനത്തിൽ മോണിറ്റൈസേഷൻ ആയാൽ പോലും നിങ്ങൾക്ക് ലക്ഷങ്ങൾ വ്യൂസ് വന്നാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതും നിങ്ങളുടെ കോണ്ടന്റ് എന്ന് പറയുന്ന സാധനം അത്രയും കിടിലായിരിക്കണം, അല്ലെങ്കിൽ ആളുകളോട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന കണ്ടന്റുകളായിരിക്കും നിങ്ങൾ ഇടുന്നത്. അപ്പോൾ ഇതുപോലെ വ്യൂസ് വന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ടും എനിക്ക് അവർക്ക് 1 ലക്ഷം വ്യൂസ് വന്നല്ലോ. പക്ഷേ റീസെൻ്റ്ലി എനിക്ക് 1900 വ്യൂസ് വന്നു ഷോർട്സിൽ. എനിക്ക് സാധാരണ 700-800 ഒക്കെ വരാറുള്ളൂ. അതിൽ 500ഓളം വ്യൂസ് മാത്രമേ യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ സ്വൈപ്പൊക്കെ ചെയ്ത് പോയതും ജസ്റ്റ് കണ്ടതൊക്കെ യൂട്യൂബ് കൂട്ടിയിട്ട് പറഞ്ഞത് ഇത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വശങ്ങൾ ഞാൻ കാണിച്ചു തരാം. നേരെ YT സ്റ്റുഡിയോയിൽ വന്നിട്ട് ലാസ്റ്റത്തെ എൻ്റെ വീഡിയോൻ്റെ അനലിറ്റിക്സ് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങളുടെ ഫോണൊന്ന് തിരിച്ചു പിടിക്കുക. മൊബൈലിലായതുകൊണ്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണുന്നതിന് തിരിച്ചു പിടിച്ചാൽ നമുക്ക് വൈഡായിട്ട് വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ. ഇതിനിപ്പോൾ 2300 വ്യൂസാണ് വന്നിട്ടുള്ളത്. പിന്നെ റീമിക്സ് ആണ്, ഷോർട്ട് വീഡിയോ ആണ്. ജസ്റ്റ് നമ്മളതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അനലിറ്റിക്സ് വരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. റാങ്കിങ്ങൊക്കെ ഫസ്റ്റ് റാങ്കിങ്ങിലുള്ളത് 2300 വ്യൂസ് ഉണ്ട്. ഓക്കെ, എല്ലാം ശരിയാണ്. നമ്മൾ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അനലറ്റിക്സ് കാണും. അപ്പോൾ റിട്ടൻഷനൊക്കെ നല്ല രീതിയിൽ കൂടുതലാണ്. റിട്ടൻഷൻ കൂടാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് 16 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. 16 സെക്കൻഡിലുള്ള ഒരാൾക്ക് സ്കിപ്പ് ചെയ്ത് പോലെ അല്ലെങ്കിൽ കാണാതിരിക്കാനേ പറ്റില്ലല്ലോ. അപ്പോഴേക്കും ജസ്റ്റ് ഓപ്പണാക്കി കഴിയുമ്പോഴേക്കും കണ്ടു തീരും. അതുകൊണ്ടാണ് അത്രയും ഒരു റിട്ടൻഷൻ വന്നത്. അപ്പോൾ നമ്മൾ ഈ ചില ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഇട്ടാൽ ആ ഷോർട്സ് കയറി പോയിക്കോളും. ഇനി ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതിലിപ്പോൾ സബ്സ്ക്രൈബർ വന്നിട്ടുള്ളത് 1 അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് 2392 വ്യൂസ് വന്നിട്ട് ഒറ്റ സബ് ഉള്ളൂ എങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ട്. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രശ്നം. അതായത് സാധാരണ ഒരു ഷോർട്സ് 2000 ഒക്കെ പോയി കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 5-10 സബ്ബൊക്കെ വരേണ്ടതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഒറ്റ സബ്ബ് വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് റീച്ച് ടാബിൽ നോക്കാം. റീച്ച് ടാബിൽ ബാക്കിയൊക്കെ ഓക്കെ, ഷോർട്സ് ഫീൽഡിലൂടെയാണ് പോയിട്ടുള്ളത്, എല്ലാം ഓക്കെയാണ്.
കണ്ടന്റ് സജസ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ശരി. ഇനി എൻഗേജ്മെന്റ്സിലേക്ക് വരാം. എൻഗേജ്മെന്റ്സിൽ വരുമ്പോഴാണ് ഇതിൻ്റെ ശരിയായ രൂപം നിങ്ങൾ കാണാം. ഈ ഒരു ഷോർട്ടിൻ്റെ യഥാർത്ഥത്തിലുള്ള വ്യൂസ് എന്ന് പറയുന്നത് 751 വ്യൂസാണ്. അതെന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ബാക്കി വ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ സ്വൈപ്പ് അവേ ചെയ്തത്, ഇപ്പോൾ ഇവിടെ കണ്ടോ, സ്വൈപ്പ് അവേ 60% സ്വൈപ്പ് അവേ ആണ്. ഈ സ്വൈപ്പ് ചെയ്തത് കൂടി നമ്മളിതിൽ ജസ്റ്റ് ഒരാൾ ചെറിയ സമയം കണ്ടത് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് എനിക്ക് അവിടെ 2300 സംതിങ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഈ ഒരു വ്യൂസ് കണ്ടിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മൾ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് എങ്കിലും എന്ത് ചെയ്യരുത്, പിന്നെ നമ്മളിതിൽ ഈ വീണ് പോകരുത്. അപ്പോൾ നമ്മൾ ഷോർട്സിന് കുറേ വ്യൂസ് വരുന്നു, അതുകൊണ്ട് ഷോർട്സ് തന്നെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വീണ്ടും കൂടി ഇടും. അത് ഞാൻ പറയാം, ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബ്രാൻഡ് ഡീൽസൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും കമ്പനീസിൻ്റെയോ അല്ല പ്രൊഡക്റ്റിൻ്റെയൊക്കെ റിവ്യൂസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെയ്ഡായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുമ്പോൾ എന്താണ് ഇത്ര കുറച്ച് വ്യൂസല്ലേ വന്നിട്ടുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നത്. ഈ വ്യൂസ് കാണിക്കുമ്പോൾ കുറേയൊക്കെ എന്താ അവർക്ക് മനസ്സിലാവും, ഒരുപാട് വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലും പിന്നെ നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, എന്തുവാടെ ചാനൽ തുടങ്ങിയിട്ട് ഇവിടെ എത്തിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ ഉള്ള സെറ്റപ്പാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റ് എന്നത് മാത്രം നിങ്ങൾ ധരിച്ചു വെച്ചാൽ മതി. നമ്മളും പോയി ഇതിലേക്ക് തലവെച്ച് വീഴരുത്, കാരണം നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ എൻഗേജ്ഡ് വ്യൂസ്, യുണീക്ക് വ്യൂസ് ഇത്രേ ഉള്ളൂ, വാച്ച് അവർ ഇതൊക്കെ. ഇപ്പോൾ ഇനി ഇത് റവന്യൂ സൈഡിലേക്ക് വരാം. റവന്യൂവിൽ വരുന്ന സമയത്ത് ഇതുണ്ടോ, 709 വ്യൂസിന് വന്നിട്ടുള്ളത് ഒരു $0.01. അതായത് എന്താ എത്രയോ പൈസ ഇപ്പോൾ പറയാൻ, 7 രൂപ എന്നോ 8 രൂപ എന്നൊക്കെ പറയാം. ഓക്കെ, ഇത് 750 വ്യൂസിനാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് വരുന്നത് 1000 വ്യൂസിന് വരുന്നത് ഈ 0.02 ആണ്. നിങ്ങൾ ഷോർട്സിൻ്റെ ഒരു റവന്യൂ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത്രയാണ് വരുന്നത്. ഞാൻ വേറൊന്ന് കാണിച്ചാൽ, ലക്ഷക്കണക്കിന് വ്യൂസ് വന്ന ഒരു ഷോർട്ടിൻ്റെ എമൗണ്ട് ഞാൻ കാണിച്ചുതരാം. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ, ഇത് $27 വന്ന ഒരു ഷോർട്സിൻ്റെ പിന്നെ റവന്യൂ ആണ് കാണിക്കുന്നത്. നിങ്ങൾ നോക്കൂ, എൻഗേജ്ഡ് വ്യൂസ് വന്നിട്ടുള്ളത് 9.2 ലക്ഷത്തിനാണ്. അതായത് ഒരു പിന്നെ 10 ലക്ഷത്തിനടുത്ത് 1 മില്യൺ എത്താറായ ഒരു വീഡിയോക്ക് വന്ന റവന്യൂ ആണ് എത്ര, 0.03. ഇത്രയും കുറച്ച് പൈസയാണ് എന്ത് വന്നിട്ടുള്ളത്. പക്ഷേ അത് 9 ലക്ഷം ആവാറായ വ്യൂസിനാണ്. അപ്പോൾ ഈ ഷോർട്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഷോർട്സ് 5000, 6000, 10,000 വ്യൂസ് വന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, അതിന് ലക്ഷങ്ങൾ വരണം, ഇതുപോലെ ലക്ഷങ്ങൾ. പക്ഷേ 1-2 ലക്ഷം വന്ന് ബാക്കി ലക്ഷം വരാൻ വലിയ പണിയൊന്നുമില്ല, കാരണം ആ ഒരു റീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കയറി വരും. നമ്മുടെ ടോപ്പിക്ക് അതിനനുസരിച്ചുള്ള കണ്ടന്റ് ആയിരിക്കണം, നമ്മുടെ അവതരണ ശൈലി അങ്ങനെ ആയിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഈ ലക്ഷങ്ങൾ പ്രതീക്ഷിക്കുള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ലക്ഷങ്ങൾ മില്യൺസ് അടിക്കുക എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് നമ്മൾ വെറും ഡ്രീം മാത്രമായിരിക്കും. നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. അപ്പം നിങ്ങളൊക്കെ ഈ തുടക്കക്കാരായ ആളുകൾ ഇതിലെ ഒരുപാട് പ്രതീക്ഷ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നു. അതായത് നിങ്ങളിതൊക്കെ ചെയ്യുന്നു, വീഡിയോ വരുമ്പോൾ വ്യൂസ് വരുമ്പോൾ സന്തോഷിക്കുന്നു, പക്ഷേ ഇതിൻ്റെ മറുവശം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യാനല്ല, നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. അപ്പോഴാണല്ലോ നമുക്ക് സക്സസ് ഉണ്ടാവുക. അല്ലാതെ ഇപ്പോൾ ഇതൊക്കെ ചെയ്ത അവസാനം ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നൊരു കാര്യമില്ല. ഇപ്പം ഈ റവന്യൂ വന്ന ഈ ചാനൽ, ഇവർക്കിപ്പോൾ കുറേ വീഡിയോസ് ഇതുപോലെ ഈ പറഞ്ഞ പോലെ 9 ലക്ഷം 10 ലക്ഷമൊക്കെ വന്നിട്ടുണ്ടാവും. ഒരുപാട് വീഡിയോസ് വന്നു. അപ്പോൾ 10-20 വീഡിയോസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു $100-200 അവർക്ക് കിട്ടും. ഒരു നാട്ടിലൊരു എത്ര പറയുക, ഒരു 16,000-15,000 രൂപയുടെ അടുത്ത് അവർക്ക് റവന്യൂ കിട്ടും. പക്ഷേ എല്ലാ വീഡിയോസും ഇപ്പോൾ നമ്മൾ ഒരു മാസം 30 വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ 30 വീഡിയോയും ഇതുപോലെ ലക്ഷങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു 20-30,000 രൂപ ഒരാൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങളുടെ എഫോർട്ട് കുറച്ചായിരിക്കില്ല. നല്ലപോലെ എഫോർട്ട് ഇടണം, നല്ലപോലെ സ്റ്റഡി ചെയ്യണം, നല്ലപോലെ കണ്ടന്റുകൾ പ്ലാൻ ചെയ്യണം, സ്ക്രിപ്റ്റ് ചെയ്യണം. അങ്ങനെ എഫോർട്ട് ഇട്ടാൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യാം. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. എന്താണ് ഈ ഷോർട്സിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ? നിങ്ങൾ ലോങ് വീഡിയോ തന്നെ മാക്സിമം ഇടുക. നിങ്ങളുടെ റവന്യൂ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ലോങ് വീഡിയോ ഇടുക.
നല്ല ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ഇടാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഷോർട്ട് വീഡിയോ നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം. നമ്മൾ ഇന്നതിലേക്കാണ് എത്താൻ പോകുന്നതെങ്കിൽ നമുക്ക് ഇത്ര വ്യൂസ് ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്നുള്ളതൊക്കെ. അതുപോലെ ഈ ബ്രാൻഡീസൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനിയും പറയാനുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പറയും. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. അതും പെയ്ഡാണ് ഗ്രൂപ്പ്. പലരും ഗ്രൂപ്പിൽ ആഡ് ആക്കുമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ പെയ്ഡാണ്. പെയ്ഡാക്കാൻ കാരണം ആവശ്യമുള്ളവർ മാത്രമേ പൈസ ഒക്കെ തന്നത് ജോയിൻ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പെയ്ഡാക്കിയത്. താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾ അതുവഴി വന്നിട്ട് മെസ്സേജ് അയച്ചാൽ എനിക്ക് റീപ്ലൈ തരാൻ പറ്റും. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.